രാഹുലിന്റെ വിലക്ക് മറികടന്ന് കുഴൽനാടൻ ഞെട്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോണിയയുടെ വസതിയിൽ വെച്ച് രാഹുലും തരൂരും കണ്ടുമുട്ടുകയും രണ്ടുപേരും അവരവരുടെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ പിൻ ഗേറ്റിലൂടെയാണ് തരൂർ മാധ്യമങ്ങളെ വെട്ടിച്ചുകൊണ്ട് രാഹുലിന്റെ കാറിൽ കയറിയത്. അതിനർത്ഥം പൂർണ്ണമായും മഞ്ഞുരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇതോടെ ഹൈക്കമാൻഡിനോട് രാഹുൽ ആകെ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: വാ തുറക്കരുത് എന്നതാണ്. പരസ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകരുത് എന്ന്. എന്നാൽ ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ തരൂരിന് തെറ്റുപറ്റിയതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം പുറപ്പെടുവിച്ച ലെറ്ററുമായി ഇറങ്ങിത്തിരിക്കുകയാണ് കുഴൽനാടൻ, അതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ. ഇവിടെ എന്ത്, എങ്ങനെ, എപ്പോൾ കാര്യത്തെക്കുറിച്ച് കൃത്യമായ അടയാളപ്പെടുത്തൽ കൂടി കുഴൽനാടൻ തെളിവ് സഹിതം പുറത്തോട്ടിടുന്നുണ്ട്. എന്നാൽ അതേസമയം കെ മുരളീധരൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയുമാണ് കാണാനാവുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. അല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. തരൂരിന്റെ ലേഖനത്തിൽ ഹീ കോട്ടഡ് രാജീവ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അതുകൊണ്ട് തരൂരിനെ നമുക്ക് ജസ്റ്റിഫൈ. പക്ഷെ രാജീവ് പറഞ്ഞ ഇങ്ങനെയായിരുന്നു. രാജീവ് പറഞ്ഞത് ശശി തരൂരിനെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു. രാജീവിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ രാജീവ് പറഞ്ഞ സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. So we cannot blame him for that mistake. But that was a mistake. അല്ല, വ്യവസായ മേഖലയിൽ കേരളത്തിന് ഇപ്പം ഈ അടുത്ത കാലത്തും ഒരു ഇതുകൊണ്ടായിട്ടുള്ള പറയാം. പക്ഷേ ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ കമ്പാരിസൺ പാറ്റേൺ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്ത് ഉള്ള 10 റെഫറൻസ് ഉണ്ട്. കേരള ഇസ് നോട്ട് ദയർ. ബെയ്ജിംഗ് ഉണ്ട്, ഷേസിംഗ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ടെന്നിരിക്കും, ബാംഗ്ലൂരുണ്ട്, ഇതുണ്ട്. പക്ഷേ കേരള ഇസ് നോട്ട് ദയർ. അത് മനസ്സിലാക്കുക. ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൻ്റെ അവരാ കാറ്റഗറി വെച്ച് അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഫസ്റ്റ് 10 ആണോ 20 ആണോ, ഫസ്റ്റ് 20 ആണോ സംശയമുണ്ട്. കറക്റ്റ് അതിൻ്റെ അകത്ത് അതില്ല. ഈസ് നോട്ട് ദയർ. സോ അതാണ് അതിൻ്റെ ഫാക്ട്. തരൂരിന്റെ മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്ന് അറിയോ? തരൂർ ഹി കോട്ടഡ് രാജീവ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതെ, ഹിയർ ആർ ദ ഏഷ്യൻ എക്കോസിസ്റ്റം മെൻഷൻഡ് ഇൻ ദ റിപ്പോർട്ട് along with their ecosystem values H2 21-23. Beijing, Bangalore, Delhi, Hong Kong, Jakarta, Kuala Lumpur, Seoul, Shanghai, Shenzhen, Singapore, Tokyo, Wuhan, Nanjing, Wuxi. ഇതല്ലാണ്ട് ഇതിൻ്റെ കേരളം ഇല്ല. യു ക്യാൻ ചെക്ക് ആൻഡ് വെരിഫൈ. ഗ്ലോബൽ എക്കോസിസ്റ്റം റെഫർ ചെയ്തിരിക്കുന്നത് ടോപ്പ് 40 ഗ്ലോബൽ ലീഡേഴ്സിലില്ല. ടോപ്പ് 200 എമർജിംഗ് എക്കോസിസ്റ്റംസിലും നമ്മളില്ല. അത് ടോപ്പ് 200 എമർജിംഗ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് $200 million വർത്തുള്ളതാണ്. വി വർ നോട്ട് ദയർ ആക്ച്വലി. ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ അവർ പരീക്ഷിച്ച് വിജയിച്ചു എന്നതുകൊണ്ട് അവർ പറയുന്നത് അവർ ഈ വ്യാജം പ്രചരിപ്പിച്ച് വിജയിക്കാം, വ്യാജം പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം, സമൂഹത്തെ പറ്റിക്കാമെന്ന് ധരിക്കുന്നിടത്താണ് നമ്മുടെ പ്രോബ്ലം. ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. അതായത് പി രാജീവിൻ്റെ ക്ലെയിം, നമ്പർ 1 ക്ലെയിം എന്ന് പറയുന്നത് ഈ തവണത്തെ ബാർപ്പ് റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ എക്സസൈസിൽ പ്രോസസ്സിൽ കേരളം നമ്പർ 1 റാങ്ക് കിട്ടി എന്നുള്ളതല്ലേ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. പത്രക്കാരും നിരവധി പേരും ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. ഫോർച്ചുനേറ്റ്ലി, അതായത് എപ്പോഴും നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് പോകുമ്പോൾ മുകളിൽ ഒരാളുണ്ടെന്ന് ഓർക്കണം. എന്തെങ്കിലും ഒരു കാര്യം കാണും. റീസെൻ്റ് ആയിട്ട് ഒരാൾ അപ്ലൈ ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ RTI റിപ്ലൈ ആണ് എൻ്റെ കയ്യിലുള്ളത്. There is no ranking provided by the central government. ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് സർക്കാരിനോടും പി രാജീവിനോടും ചോദിച്ചാണ്, ഇഫ് ദർ ഈസ് എ റാങ്കിങ് ജസ്റ്റ് ഷോ ഇറ്റ് ടു ദ പബ്ലിക്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. മേ ബി ഞാനിപ്പോൾ ഞങ്ങളുടെ റിസർച്ചിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണെങ്കിൽ നാച്ചുറലി അവർ പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താമല്ലോ. അപ്പോൾ എനിക്കിതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ കേരളത്തിന് നമ്പർ 1 എന്ന് ഡിക്ലെയർ ചെയ്തത് പി രാജീവ് തന്നെ. ഇപ്പോൾ അയാൾ സ്വയം പറഞ്ഞു ഞാൻ തന്നെയാണ് നമ്പർ 1 ഒരാൾ പറയില്ലേ. ഫാക്ട്സിനെ വെറുതെ ട്വിസ്റ്റ് ചെയ്ത്
വെറുതെ ഒരു ട്രാൻസ്പെറൻസിയും സത്യസന്ധതയും ഇല്ലാതെ ആളുകളെയും ജനങ്ങളെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ പറഞ്ഞ്, കാരണം ഇത് ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും സക്സസ്ഫുള്ളായി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. മാധ്യമങ്ങളെ കബളിപ്പിച്ചു, ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പോലും അവർക്ക് അവരുടെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചിരുത്താനായി ജനങ്ങളെ കബളിപ്പിച്ചു. കോവിഡിനെ ഹാൻഡിൽ ചെയ്തതിൽ ഏറ്റവും വിജയം ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയം റാങ്ക് നമ്പർ 1 ഇട്ട് സ്വയം പ്രചരണം നടത്തി, സ്വയം PR എക്സൈസ് നടത്തി അവർ വലിയ നേട്ടം കൈവരിച്ചു എന്ന് വരുത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചു. ഇപ്പോഴത്തെ ഒരു അജണ്ടയിൽ ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ ഞങ്ങൾ എന്തോ വലിയ നേട്ടം കൈവരിച്ചു എന്ന് വരുത്തി തീർക്കാൻ, ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട്സ് വെച്ച് ആർഗ്യ ചെയ്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. തരൂരിൻ്റെ ലേഖനത്തിൽ ഹീ കോട്ടഡ് രാജീവ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അതുകൊണ്ട് തരൂരിന് നമുക്ക് ജസ്റ്റിഫൈ. പക്ഷേ രാജീവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. രാജീവ് പറഞ്ഞത് ശശി തരൂരിനെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു. രാജീവിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ വി കനോട്ട് ബ്ലെയിം ഹിം ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. പക്ഷേ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്.